നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒന്നാം വർഷ +1 ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടൈം ടേബിളിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈം ടേബിൾ ഒന്ന് പരിശോധിക്കാം. നമുക്ക് 6-ാം തീയതി 6/3/2025 മാർച്ച് 6-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും മാർച്ചിൽ തന്നെയാണ് പരീക്ഷ. അപ്പോൾ ഈ വർഷവും മാർച്ചിൽ തന്നെയാണ് പരീക്ഷ. മാർച്ച് 6-ാം തീയതിയാണ് സാധാരണ. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു മാർച്ച് 1-ാം തീയതി 2-ാം തീയതി മറ്റുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷ. ഈ വർഷം 6-ാം തീയതിയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് പരീക്ഷ വരുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ്, ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഗ്യാപ്പൊക്കെ കിട്ടും. ചില വിഷയങ്ങളിൽ ഗ്യാപ്പ് കിട്ടില്ല, ചില വിഷയങ്ങളിൽ ഒരുപാട് ഗ്യാപ്പ് കിട്ടും. അത് യൂഷ്വലി അങ്ങനെയാണ്, അത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ടൈം ടേബിൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ അങ്ങനെ ഭയങ്കര കാഠിന്യമുള്ള ടൈം ടേബിളൊന്നും അല്ല, ഒരു സിമ്പിൾ ടൈം ടേബിളാണ്. നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ ഇത് കണ്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഞെട്ടിയില്ല, എന്തായാലും നിങ്ങളും ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ടൈം ടേബിൾ ഒന്ന് നോക്കാം. അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് 6-ാം തീയതിയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6/3/2025 മാർച്ച് 6-ാം തീയതി വ്യാഴാഴ്ചയാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 1-ാം തീയതി മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ട്? 1, 2, 3, 4, 5, 6 ഒരു 5 ദിവസം കിട്ടും. ഈ 5 ദിവസം കൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. അത് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പഠിക്കുന്ന എല്ലാവരും. അപ്പോൾ ഈ 5 ദിവസമാണ് സെക്കൻഡ് ലാംഗ്വേജിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് 5 ദിവസമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കേണ്ട രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാം. സെക്കൻഡ് ലാംഗ്വേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക, കൃത്യമായി എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എപ്പോഴും സെക്കൻഡ് ലാംഗ്വേജിൽ മാർക്ക് കുറയുന്ന ഒരു റീസൺ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പറയുന്ന പരീക്ഷയുടെ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യലല്ല, ക്വസ്റ്റ്യൻസ് എഴുതില്ല. ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ 5 മാർക്ക് 10 മാർക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഒരുപാട് എഴുതും, ചിലതിൽ കുറേ നേരം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി എഴുതേണ്ട ചോദ്യങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല, എഴുതാൻ കഴിയില്ല. അതിൽ ക്വസ്റ്റ്യൻ വിട്ടുപോകുമ്പോൾ അവിടെ മാർക്ക് ഇടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ എഴുതുമ്പോൾ, സെക്കൻഡ് ലാംഗ്വേജിന് 5 ദിവസം വേണ്ടത് വേറൊരു കാര്യം, എന്നാലും പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏതോ ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, പിന്നെ ഹിന്ദി ആയിക്കോട്ടെ, വേറെ എന്ത്, അറബായിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി എഴുതണം. ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമ്മൾ നേരത്തെ ഉള്ള മാർക്ക് ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുട്ടികളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 100-ന് 100 കിട്ടുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഭയങ്കര വിഷയമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ആദ്യത്തെ പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് 5 ദിവസം നമുക്ക് ഗ്യാപ്പ് കിട്ടും. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആളുകളുടെ എണ്ണം, സ്കൂളുകളുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഴുതുന്ന കുട്ടികളുടെ എണ്ണവും ഭയങ്കര കുറവായിരിക്കും. എന്നാലും കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് 6-ാം തീയതി പരീക്ഷ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് വീട്ടിൽ പോയി 6, 7, 8, 9, 10, 11 ഒരു വീണ്ടും 4 ദിവസം അല്ലേ. 6-ാം തീയതി കഴിഞ്ഞ് 7, 8, 9, 10, 11 5 ദിവസം, 7, 8, 9, 10, 11 അപ്പോൾ 4 ദിവസം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കുട്ടികൾക്ക് 4 ദിവസം കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആക്ച്വലി നമ്മൾ നേരത്തെ പഠിച്ചൊക്കെ തീർത്തിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി 4 ദിവസമൊക്കെ മോർ ദാൻ ഇനഫാണ്. ജസ്റ്റ് ഒരു റൗണ്ട് വായിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ വലിയൊരു സംഭവം ആയിട്ട് ഒരുപാട് ദിവസം എടുത്ത് നിങ്ങൾ കാണാപ്പാടം പഠിക്കാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് റിവിഷൻസ് ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് 4 ദിവസം കൊണ്ടൊക്കെ നമുക്ക് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ സയൻസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെ പോയാലും ഫുൾ മാർക്ക് കിട്ടുന്ന കുറേ കുട്ടികളുണ്ട്. നിങ്ങൾക്കും ഉറപ്പായിട്ടും കമ്പ്യൂട്ടർ സയൻസ് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മുടെ സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന 3 സബ്ജക്റ്റുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി. ഇത്രയും സബ്ജക്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് അതെ കെമിസ്ട്രിയുടെ പരീക്ഷയാണ് 15-ാം തീയതി. 11-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് 11, 12, 13, 14, 15 3 ദിവസത്തെ ഗ്യാപ്പേ കെമിസ്ട്രിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ആദ്യത്തെ പരീക്ഷയാണ് കെമിസ്ട്രി ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്ക് എന്തായാലും കെമിസ്ട്രി പഠിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത്തവണ നോക്കുമ്പോൾ 3 ദിവസം മാത്രമേ കെമിസ്ട്രിക്ക് സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ 3 ദിവസം കെമിസ്ട്രിക്ക് സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറവാന്ന് വെച്ചാൽ കുറവൊന്നുമല്ല. നിങ്ങൾ ആദ്യമേ അന്ന് മാർച്ച് 1-ാം തീയതി പഠിക്കാതിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ല. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പൊക്കെ എല്ലാ വിഷയവും ഒന്ന് ജസ്റ്റ് വായിച്ച് ചാപ്റ്റേഴ്സിനെ പറ്റിയും കൃത്യമായ പോയിന്റുകളെ പറ്റിയും പഠിക്കേണ്ട കാര്യത്തെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ആ 3 ദിവസം
മോർ ദാൻ ഇനഫാണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. 3 ദിവസം ഒന്ന് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഇത്ര ചാപ്റ്റേഴ്സ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് റിവൈസ് ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കെമിസ്ട്രി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. കെമിസ്ട്രി ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല. 72 കിട്ടിക്കഴിഞ്ഞാൽ A+ ആണ്. ഈ 72 80 72 എബോക്ക് എന്തായാലും കെമിസ്ട്രിക്ക് നമ്മൾ ഈ പഠിക്കുന്ന 9 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. ആ 9 ചാപ്റ്ററിനെ വ്യക്തമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 3 ദിവസം കൊണ്ട് റിവൈസ് ഒക്കെ ചെയ്ത് കയറി പോകാവുന്നതേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കി പഠിക്കേണ്ട സാധനങ്ങളെ പറ്റിയൊക്കെ കൃത്യമായ ധാരണയും ഉള്ള ലോസിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടൊരു വിവരം ഉണ്ടെങ്കിൽ, ലോസൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ലോസ് എന്താണ് നമ്മൾ കേട്ടറിവ് വെച്ച് ലോസ് എഴുതരുത്. ലോസ് എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലോസ് കാണാപ്പാടം തന്നെ പഠിക്കണം. കാര്യം ലോസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ലോസും നിങ്ങൾ കാണാപ്പാടം പഠിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ കാണാപ്പാടം പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കിത് നല്ല രീതിയിൽ കവർ ചെയ്ത് കെമിസ്ട്രിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ വരുന്നത്, അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ബയോളജി സയൻസ് എടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീണ്ടും സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് 6ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് 15ാം തീയതി വരെ അത്യാവശ്യം ഒരുപാട് ഗ്യാപ്പുണ്ട്. 15ാം തീയതി ശനിയാഴ്ചയാണ്, ഒരുപാട് ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 6ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് ബയോളജി സയൻസുകാർക്ക്. അപ്പോൾ ബയോളജി സയൻസുകാർക്ക് 6ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 15ാം തീയതി ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ദിവസം ഗ്യാപ്പ് വരുമ്പോൾ 6, 7, 8, 9, 10, 11, 12, 13, 14, 15 പരീക്ഷ 8 ദിവസം സമയം കിട്ടും. ഈ 8 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ കെമിസ്ട്രി പഠിക്കാൻ കിട്ടും. കമ്പ്യൂട്ടർ സയൻസുകാർ മാത്രമാണ് ഈ 3 ദിവസം കൊണ്ട് പഠിക്കാൻ നോക്കേണ്ടത്. ബാക്കി ബയോളജി സയൻസുകാർക്കൊക്കെ 8 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പം ആ സമയം കൊണ്ട് എന്തായാലും നല്ല വൃത്തിക്ക് പഠിച്ച് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് വലിയ കാര്യമൊന്നുമല്ല. കെമിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്ന ബയോളജിയാണ്. 15ാം തീയതിയാണ് കെമിസ്ട്രി. അപ്പോൾ 15ാം തീയതി കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത ദിവസം പഠിച്ചു തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15, 16, 17, 18, 19, 20 അപ്പോഴും 4 ദിവസം നമ്മൾ ഗ്യാപ്പ് കിട്ടും ബയോളജി പഠിക്കാൻ വേണ്ടി. കൃത്യമായി ബയോളജിക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ബയോളജി നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, കുട്ടികൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബയോളജി അങ്ങനെ എളുപ്പമുള്ളതല്ല. കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ എന്തായാലും നടത്തും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ബയോളജിക്ക് ഭയങ്കര പാടായിട്ട്, ഒന്നെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ബോട്ടണി, ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കര പാടായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ +1 ഒരു കുട്ടിയെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ അറിയാൻ സാധിച്ചത്, കുട്ടിക്ക് ബോട്ടണി ഫുൾ മാർക്ക് കിട്ടി, പക്ഷേ സുവോളജിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു. 5 or 6 മാർക്ക് കിട്ടിയിട്ടുള്ളൂ 30-ന്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ബയോളജിയിൽ രണ്ടും, സുവോളജിയിലും ബോട്ടണിയിലും രണ്ടും ഭയങ്കര എളുപ്പമായിട്ട് വരാറില്ല. ഏതെങ്കിലും ഒരെണ്ണം ടഫാക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുക. ബയോളജിക്ക് ആ വേണ്ട പരിഗണന നിങ്ങൾ കൊടുക്കുക. ബയോളജി സിമ്പിളാണെന്ന് വിചാരിക്കരുത്, വായിച്ച് തീർക്കാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെ നടക്കില്ല. ബയോളജിയിൽ പാടാക്കുന്നുണ്ട്. പിന്നെ ബയോളജി കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഫിസിക്സിന് ആകെ ഒറ്റ ദിവസമേ ഉള്ളൂ. 20ാം തീയതി ബയോളജി കഴിഞ്ഞ് കയറിക്കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ തൊട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ 21ാം തീയതി മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ കിട്ടുന്നുള്ളൂ. ഇത് കണ്ട് ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഇത്തവണ ഫിസിക്സ് ആണെന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ വേറെ ഏത് വിഷയമായിരുന്നു. അപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, അതുപോലെ മാത്സ്, ഇതിനൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇതുപോലെ ഒരു ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരൊറ്റ ദിവസം ഇടുന്നുണ്ട്. അത് പുതിയൊരു കാര്യമൊന്നുമല്ല, അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ ടൈം ടേബിൾ വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, എന്തായാലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഒരു ദിവസം കിട്ടും, ഒറ്റ ദിവസമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഫിസിക്സ് തന്നെ കിട്ടി. അതൊരു കുറച്ച് കടന്ന കൈയായി പോയി. കാരണം നിങ്ങൾ അന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ, ഈ പറഞ്ഞ കണക്ക് ബയോളജി കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തൊട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ കൂടിയും തീരില്ല. ഫിസിക്സ് അത്രയും പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ പഠിച്ച ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷന് തൊട്ട് മുമ്പ് വരെ എല്ലാവരും ജസ്റ്റ് ക്ലാസ്സിലിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവരം ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്രയും സാധനങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, ഈ പറയുന്ന ഫിസിക്സിനകത്തുള്ള ഡെറിവേഷൻസ് എല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ പല ടൈപ്പാണല്ലോ. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ്, രണ്ടാമത്തെ സെറ്റ്, മൂന്നാമത്തെ സെറ്റ്, 4 സെറ്റ്. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള ഡെറിവേഷൻസ്, ഇപ്പോൾ ഓരോ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡയമെൻഷൻ്റെ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത്തത് മോഷൻ സ്ട്രൈറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസിൻ്റെ പ്രൂഫ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതുപോലെ 3rd ചാപ്റ്റർ മോഷൻ്റെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ലോസ് ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാങ്കിങ് ഓഫ് റോഡ് അങ്ങനെയുള്ള ഏരിയ, ഫ്രിക്ഷൻ, അതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്ററിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിലുള്ള സാധനങ്ങൾ, ആ ഡെറിവേഷനുകൾ
നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. നമ്മൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യും. ഈ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പച്ചവെള്ളം പോലെ കാണാപ്പാഠം പഠിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം പഠിക്കുക, അല്ലെങ്കിൽ തലയ്ക്കും തലേ ദിവസം ബയോളജി കഴിഞ്ഞിട്ട് വന്നിരുന്ന് പഠിക്കാന്നൊക്കെ വിചാരിച്ചാലും നടക്കില്ല. അത്രയും പഠിക്കാനുണ്ട് ഡെറിവേഷൻസ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എളുപ്പമാണ്, ഫിസിക്സ് ആണ് ഏറ്റവും എളുപ്പം സത്യത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സാധനം ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് ചോദിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ആ പഠിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഫിസിക്സിനെ മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം നമുക്ക് ഒരു ദിവസമേ സമയമുള്ളൂ. ആ ദിവസം കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള സമയമല്ല. എന്തായാലും ആ ഒരു ദിവസം പുതിയ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ തലേ നിൽക്കില്ല. അപ്പോൾ ഈ ഒരു ദിവസം പരീക്ഷയുടെ തലേന്നൊക്കെ പറയുന്ന ദിവസം, തലേ ദിവസം അല്ലെങ്കിൽ തലേക്കും തലേ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച സാധനങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം, കണ്ടിന്യൂസ്ലി ഒന്ന് വായിച്ചു നോക്കുക. അതിനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കേണ്ടി വരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ആ തലേ ദിവസം ചെയ്യേണ്ടത്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾ ഒന്നിന് പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, എന്തായാലും ഫിസിക്സിന് തോറ്റുപോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിരിക്കുക. ഫിസിക്സിന് എന്തായാലും ആ ഒരു ദിവസം പഠിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ആദ്യം പറയുന്ന പോലെ 1-ാം തീയതി തൊട്ട് പഠിക്കാൻ തുടങ്ങിയാലും അങ്ങനെ 1-ാം തീയതി തൊട്ടൊന്നും ആരും പഠിക്കരുത്. ഈ ആദ്യത്തെ 6 ദിവസം ഞാൻ പറഞ്ഞ സെക്കൻഡ് ലാംഗ്വേജിന് ഉള്ള ദിവസത്തിൽ നമുക്ക് ആദ്യത്തെ 6 ദിവസത്തിൽ കുറച്ച് ദിവസം, ഒരു 3 ദിവസം വരെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കാം, ഫിസിക്സിന് വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ഫിസിക്സ് പഠിക്കുക. ഈ ഗ്യാപ്പ് കിട്ടുന്നതിനൊക്കെ ഫിസിക്സ് ഇങ്ങനെ ഒന്ന് വായിച്ച് പോവുക. കാര്യം ഫിസിക്സ് ഈ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഒരു ദിവസമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫിസിക്സ് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ഫിസിക്സ് ആണ്. പിന്നെ ഉള്ളതാണ് മാത്സ്. കഴിഞ്ഞ വർഷം +1 കഴിഞ്ഞ +1 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് ഏറ്റവും പാടായിട്ടുള്ള 2 സബ്ജക്റ്റ് മാത്തമെറ്റിക്സും സുവോളജി അല്ലെങ്കിൽ ബോട്ടണി. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതേതോ 2 സബ്ജക്റ്റ് മാത്രമാണ് പാടായിട്ടുണ്ടായിരുന്നത്. മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പഴയ മാത്തമെറ്റിക്സിൻ്റെ ഒരു ലെവലിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാത്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സ് പഠിക്കുക, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നോ ആ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടും. അതൊരു 10 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, കംപ്ലീറ്റ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള സാധനം. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം. എല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്. ആ ചോദ്യങ്ങൾ നിങ്ങളും ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ അതും നമ്മളൊക്കെ അറിഞ്ഞുകൂടാ, പുതിയ ക്വസ്റ്റ്യനും നമുക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന ഏരിയസ് നമ്മളും പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, HSS ലൈവിൻ്റെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതൊന്ന് ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അത് ചെയ്ത് പഠിക്കും. ഇപ്പോൾ മാത്സിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 22-ാം തീയതി മാത്സ് ആണെങ്കിൽ 22-ാം തീയതി ഫിസിക്സ് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ക്ഷീണിക്കും. എന്തായാലും ഫിസിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ അതിന് ശേഷമുള്ള പരീക്ഷയ്ക്ക് അത് ബാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഫിസിക്സ് കണ്ടിട്ട് ഞെട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ അന്നത്തെ ദിവസം എന്തായാലും ഫിസിക്സിന് ശേഷം നമ്മൾ പഠിക്കില്ല, നമ്മളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ 22-ാം തീയതി നമ്മൾ പോയി കഴിഞ്ഞാൽ 23, 24 2 ദിവസം മാത്രമേ മാത്സിനുള്ളൂ. നമ്മൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഫസ്റ്റ് ടെക്സ്റ്റും ഒരു ദിവസം രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കും പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ പുതിയ സാധനങ്ങളും പുതിയ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ എപ്പോൾ പഠിച്ചു തുടങ്ങുന്നോ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കണം. അതിനുവേണ്ടി ഒരു പുതിയ നോട്ട് എടുക്കാം, അല്ലെങ്കിൽ കുറേ പേപ്പർ എടുക്കാം, എന്തെങ്കിലും എടുക്കുക, അതിനകത്ത് ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും എഴുതി വയ്ക്കുക. ഈ സാധനങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 2 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റിവിഷൻ മാത്രമാണ്. അല്ലാതെ മാത്തമെറ്റിക്സിൽ ഒരിക്കലും അന്നത്തെ ദിവസം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എന്തായാലും ഫിസിക്സിൻ്റെ ദിവസം ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുമല്ലോ ഇരുന്ന്, അങ്ങനെയൊന്നുമില്ല. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷനായിരിക്കും. അതല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞതിൻ്റെ ടെൻഷനായിരിക്കും, അതല്ലെങ്കിൽ റെസ്റ്റ് എടുക്കലായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം അങ്ങ് പോകും. പിന്നെ ഉള്ളത് 2 ദിവസം 23, 24 നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി കിട്ടും. ആ 23, 24 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റിവിഷൻ മാത്രമാണ്. റിവിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള അന്നത്തെ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ എന്തായാലും റെപ്പറ്റീഷൻ വരും. ആ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് കിട്ടും. നമ്മൾ പഠിച്ച സാധനം കിട്ടും, അത് ഉറപ്പാണ്. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ ഇതൊക്കെ എഴുതിയെടുക്കുന്നത്. 1200 വാങ്ങിക്കുന്നത്, 520 520 വാങ്ങിക്കുന്നത് മനുഷ്യന്മാർ, നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ്.
ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല, പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ അതിന് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലും പോകും, അവർ ഫ്രണ്ടിലേ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സിൻ്റെ 2 ദിവസം നിങ്ങൾക്ക് സമയം കിട്ടും, 2 ദിവസമേ കിട്ടുള്ളൂ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഈ കമ്പ്യൂട്ടർ സയൻസുകാർ കുറച്ച് എന്താണ് കുറച്ചും കൂടെ കാര്യമായിട്ടൊന്ന് ദിവസങ്ങളൊന്ന് എണ്ണി നോക്കേണ്ടി വരും. പക്ഷേ ബയോളജി സയൻസുകാർക്ക് ആ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ദിവസം കൂടെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു ദിവസം കിട്ടുന്നുണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഈ ഫിസിക്സിനെ മാത്സിനെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കും. കാര്യം നമ്മളുടെ സ്കോറിംഗ് സബ്ജക്റ്റുകൾ ഫിസിക്സും മാത്സും കെമിസ്ട്രിയൊക്കെയാണ്. കാര്യം നമ്മൾ സയൻസല്ലേ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്സും മാത്സും കൃത്യമായിട്ട് നോക്കുക. ഫിസിക്സിന് 1 ദിവസമുള്ളൂ, മാത്സിന് 2 ദിവസം. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും ഭയങ്കര ടൈം ടേബിൾ അങ്ങനെയാണ്, ഇത് ഭയങ്കര അഴുക്ക അങ്ങനെയൊന്നുമില്ല. ടൈം ടേബിളൊക്കെ വളരെ നല്ല ടൈം ടേബിൾ തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അല്ലാതെ ഓരോ സബ്ജക്റ്റിന് ഒരാഴ്ച ഗ്യാപ്പ് അങ്ങനെയൊന്നുമില്ല. എന്തായാലും ചിലതിന് ഒരുപാട് ഗ്യാപ്പ് കിട്ടും, ചിലതിന് കുറച്ച് ദിവസം ഗ്യാപ്പ് കിട്ടും. നമുക്ക് ഒരുപാട് ഗ്യാപ്പ് കിട്ടാൻ സന്തോഷിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ അതും എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ മാത്സ് കഴിഞ്ഞു, 25 മാത്സ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ സമയമുണ്ട്. 25 കഴിഞ്ഞ് പിന്നെ 26, 27, 28, 29 3 ദിവസം ഇംഗ്ലീഷിന് സമയം കിട്ടും. ഇംഗ്ലീഷ് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ വിചാരിക്കും സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി, ലാംഗ്വേജസിനെ പറ്റി ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന കുട്ടികൾക്ക്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും മാർക്ക് പറയാറൊന്നുമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 92 വരെയൊക്കെ കിട്ടാൻ വേണ്ടി കിട്ടുന്നുണ്ട്. 92 അല്ലെങ്കിൽ 90 എബോ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ 98, 99, 100 എന്നൊക്കെ പറയുന്നത് ഭയങ്കര റയറാണ്. കിട്ടൂല എന്നല്ല, റയറാണ്. നമ്മൾ എങ്ങനെ പോയാലും ഒരു ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 100 ഉള്ള 1-2 കുട്ടികളൊക്കെ കാണാറുള്ളൂ. അല്ലാതെ ഒരു മാസ് കുട്ടികൾക്കൊന്നും അങ്ങനെ മാർക്ക് ഇത്രയും കിട്ടാറില്ല. നമ്മൾ ഇംഗ്ലീഷ് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോസ് നമ്മളിനി പറയെ വരും. ഓരോ സബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും. എന്തായാലും ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ജനറലി നല്ല രീതിയിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വൃത്തിക്ക് വായിക്കുക, അതൊന്നാമത്തെ കാര്യം. 2, കുറച്ചൊക്കെ സാഹിത്യം ചേർത്ത് എഴുതാൻ വേണ്ടി പഠിക്കുക. കാര്യം അങ്ങനെയാണ് ഇംഗ്ലീഷ് വാല്യൂ ചെയ്യുന്നത്. നമ്മൾ ഒരു ബേസിക് ഇംഗ്ലീഷ് അല്ലാതെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കുറച്ചുകൂടെ വൊക്കാബുലറി ഒക്കെ ക്ലിയർ ചെയ്ത് 1-2 പുതിയ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് നല്ല മാർക്ക് കയറുന്നതാണ്. എന്തായാലും ഇംഗ്ലീഷിന് ഒരു നല്ല രീതിയിൽ എഴുതുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും എഴുതുന്നുണ്ട്, അത്യാവശ്യം പേജൊക്കെ നിറയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 92 സ്കോറൊക്കെ എന്തായാലും കിട്ടുന്നതാണ്. പക്ഷേ അത്യാവശ്യം കുറച്ചും കൂടെ സാഹിത്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന 99, 100 മാർക്കിലോട്ടൊക്കെ നമുക്ക് വരാൻ കഴിയും. ഇത്രയാണ് ആ ടൈം ടേബിളിനെ പറ്റി പറയാനുള്ളത്. അല്ലാതെ ടൈം ടേബിളിനെ പറ്റി ഭയങ്കരമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ടൈം ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം ടേബിൾ വൃത്തിക്ക് എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ അതിനകത്ത് ടൈം ടേബിൾ കാണും. അപ്പോൾ ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് മടക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ഹോൾ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോവുക. എല്ലാ വർഷവും ഇതുപോലെ കുറേ അബദ്ധങ്ങളൊക്കെ കുട്ടികൾക്ക് പറ്റാറുണ്ട്. അബദ്ധങ്ങളെ പറ്റി ഞാൻ പറയാം. ഡേയ്സ് നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ടൈമും കൂടെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ടൈം മാറിപ്പോയിട്ടൊക്കെ അബദ്ധം പറ്റുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ രാവിലെ പരീക്ഷയാണ്, ചിലപ്പോൾ വിചാരിക്കും ഉച്ചയ്ക്കായിരിക്കും പരീക്ഷ. അപ്പോൾ രാവിലെയൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഫോൺ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഫ്രണ്ട്സിൻ്റെ മെസ്സേജസ് കാണും, വീട്ടുകാരുടെ മെസ്സേജസ് കാണും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ഞെട്ടിയൊക്കെ എണീക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ വിചാരിച്ചു ഉച്ചയ്ക്കാണ് പരീക്ഷ, പക്ഷേ രാവിലെയാണ് പരീക്ഷ എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അത് ഉണ്ടാവാറുള്ളതാണ്. അത് പുതിയ കാര്യമൊന്നുമല്ല, ഞാൻ തമാശയ്ക്ക് പറയുന്നൊന്നുമില്ല. അങ്ങനെ ജനറലി എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയം ശ്രദ്ധിക്കുക. 1:30 മണി മുതലാണ് പരീക്ഷ. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ ഉറക്കം വേണം. ഒരു 2 വർഷം മുമ്പ് ഒരു കുട്ടിക്ക് ഇതുപോലെ പരീക്ഷയായിട്ട് ഭയങ്കര ടെൻഷനായി, പഠിക്കാൻ വേണ്ടി തലേ ദിവസമൊക്കെ ഇരുന്ന് ഉറക്കമില്ലാതെ പഠിച്ച് രാവിലെ ആയപ്പോൾ ഛർദിലും ബി പി ഒക്കെ കുറഞ്ഞു ഭയങ്കര പ്രശ്നമായിപ്പോയി, പരീക്ഷയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മൾ അത്രയും ടെൻഷനായിട്ടൊന്നും ഇത് കാണേണ്ട ആവശ്യമില്ല, പക്ഷേ ഭയങ്കര നിസ്സാരമായിട്ടും കാണരുത്. ഒരു പരീക്ഷയ്ക്ക് എന്തൊക്കെ ടെൻഷനായിട്ട് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം, ആ കാര്യങ്ങൾ കണ്ടാൽ മതി. അല്ലാതെ ഇത് അത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചാൽ മാർക്ക് കിട്ടും, പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, അത്രേ ഉള്ളൂ. പഠിച്ച സാധനങ്ങൾ എഴുതിയാൽ സ്കോർ വരും, എഴുതിയില്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പഠിക്കുക, അത്ര അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ടെൻഷൻ അടിച്ച് ബി പിയും കുറഞ്ഞ് പനിയും പിടിച്ച് പരീക്ഷയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകരുത്. അപ്പോൾ അത് അത്ര കാര്യമായിട്ട് എടുക്കുക. ഉറങ്ങാതിരിക്കരുത്, അതാണ് വേറൊരു കാര്യം. ഇല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിലൊക്കെ പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുക, ഉറങ്ങുക, നല്ല രീതിയിലൊക്കെ ഉറങ്ങുക, അതാണ് ഒരു കാര്യം. പിന്നെ ഉള്ളത് ഈ ഹാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോവുക. നമ്മൾ എനിക്കൊന്ന് മാർച്ചൊക്കെ ആകുമ്പോൾ ഉത്സവ സീസണൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് എങ്കിലും അമ്പലത്തിലെ നോട്ടീസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് ഹാൾ ടിക്കറ്റിനാണെന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വേണം പോകാൻ. ഹാൾ ടിക്കറ്റ് ഇല്ലാതിരുന്നാലും നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ കഴിയും, കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് പ്രിൻസിപ്പാളിൻ്റെ എഴുതി വാങ്ങിച്ചാലൊക്കെ മതി, അതൊന്നും വലിയ കാര്യമല്ല. എന്നാലും
ആ സമയത്ത് കടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് എന്തായാലും കൃത്യമായിട്ട് കയ്യിൽ വെച്ചിരിക്കുക. പിന്നെ ഇനി എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 106 ദിവസമാണ് ഇനി പരീക്ഷയ്ക്കുള്ളത്. അവിടെ 106 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. കൃത്യമായിട്ട് ഒരു പ്ലാനോട് കൂടിയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതെങ്കിൽ 106 ദിവസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 100 ദിവസം, 2 മാസം മതി. ഒരു 60 ദിവസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി ഇത് എല്ലാം അടച്ചു വെച്ചിട്ട് 2 മാസത്തിന് മുമ്പ് ബുക്ക് എടുത്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. 106 ദിവസം മോർ ദാൻ ഇനഫാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുക, അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഒരു 106 ദിവസം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇന്നൊരു 3 മണിക്കൂർ പഠിച്ചാൽ മതിയെങ്കിൽ ഒരു 2 മാസം മുമ്പാണ് നിങ്ങൾ തുറക്കുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 6 മണിക്കൂർ പഠിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും റഷ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക മീൻസ് എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു ബേസിക് അറിവ് ഉണ്ടാക്കുക. ഇപ്പോൾ ലെ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കെമിസ്ട്രിയുടെ ഇക്വിലിബ്രിയം ചാപ്റ്ററിനകത്തുള്ള ആ ഒരു അറിവെങ്കിലും വേണം. ഇക്വിലിബ്രിയം ചാപ്റ്ററിനകത്തുള്ള ഒരു ലോയാണ് ലെ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്നുള്ളൊരു സാധനമെങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ബോധം വേണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക. അതിൽ ഇൻറ്റൻസ് ആയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ 2 മാസം അല്ലെങ്കിൽ 2-2.5 മാസം കൊണ്ട് നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് പഠിച്ച് ആ സാധനത്തിനെ മനസ്സിലിരുത്താം. തൽക്കാലം നിങ്ങൾ ഓരോ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 106 ദിവസം കൃത്യമായിട്ട് ഒരു 3 മണിക്കൂർ ഏറ്റവും മിനിമം 3 മണിക്കൂർ നിങ്ങൾക്ക് വേണം. +1 ആയതുകൊണ്ടാണ്, +1ൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. +2 കഴിഞ്ഞാൽ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം എന്താവും എന്നുള്ള അവസ്ഥ. പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും. മാർക്ക് കുറയുക എന്ന് പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് തന്നെ മാർക്ക് കുറയും എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കും. വൃത്തിക്കല്ല പഠിച്ചെങ്കിൽ നിങ്ങൾ തോറ്റു പോകുന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും +1 പരീക്ഷ കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ +2 കുട്ടികൾക്ക് മാർക്കുണ്ട്. 680 സെക്കൻഡ് ഇയർ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 600 എബോ കിട്ടും. കാരണം നിങ്ങൾക്കറിയാം പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോധം നിങ്ങൾക്ക് ഇപ്പം ഇല്ല. ആ ബോധം ഉണ്ടാവുകയും മാർച്ചിൽ എക്സാം കഴിയണം. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസം ഈ പറയുന്ന 106 ദിവസം ഉള്ളതിൽ കാര്യമായിട്ട് തന്നെ ഒരു ദിവസം ഒരു 3 മണിക്കൂർ വെച്ചിട്ടെങ്കിലും പഠിപ്പിക്കണം. അന്നേ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ വീണ്ടും പറയാം, എന്നാൽ പിന്നെ എന്തുകൊണ്ട് പഠിച്ചു തുടങ്ങണമെന്നത് ചോദിച്ചാൽ, എന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അന്ന് പഠിക്കുക. നിങ്ങൾ പല ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോഴേ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്, പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ അടുത്ത വേറൊരു ദിവസമാണ് എന്ന് രക്ഷപ്പെടില്ല. നമ്മൾ എപ്പോഴൊരു തീരുമാനം എടുക്കുന്നു, ഇന്ന് മുതൽ നന്നാവണം, ഇന്ന് തൊട്ട് നന്നായി പറയാം, അങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ ഈ പറയും നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ നല്ലൊരു മുഹൂർത്തം വരട്ടെ എന്ന് വിചാരിച്ചിരുന്ന നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പഠിക്കുക. പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, അങ്ങ് തുടങ്ങുക, അത് പതുക്കെ അങ്ങ് പെർഫെക്റ്റ് ആക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വീണ്ടും പറയാം, നമ്മൾ 10ാം ക്ലാസ് പോലെയൊന്നുമല്ല. എല്ലാവരും പറയും 10ാം ക്ലാസ്സാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിനെക്കാളും ഏറ്റവും എളുപ്പം +1 ആണ്. +1 +2 ആണ്. കാര്യം പഠിക്കാനുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓരോ ചാപ്റ്ററിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ വരും നമുക്ക് കൃത്യമായൊരു ഐഡിയ ഉണ്ട്. ആ സാധനങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോയാൽ മാത്രം മതി. അതിൽ വേറെ കാര്യമൊന്നുമില്ല. അത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഈ പറയുന്ന കണക്ക് 1100-ന് 1200-ന് 1100 എബോ എന്തായാലും കിട്ടും. വ്യക്തമായിട്ട് ഓരോ ചാപ്റ്ററിനകത്തും പഠിക്കാനുള്ള കാര്യങ്ങൾ അത് പഠിച്ച് പോകുകയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പഠിക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 1, അത് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കണം. 2, പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. റിവൈസ് എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് മാർക്ക്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്, പരീക്ഷയ്ക്ക് വെറുതെ എഴുതി നിറയ്ക്കുക. അത് നമ്മൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ സോഷ്യലൊക്കെ എഴുതി ശീലിച്ച ഒരു രീതിയാണ്. നമുക്ക് എന്തറിയാം എന്തറിഞ്ഞൂടാ എന്തായാലും നമ്മൾ എഴുതും, കുറേ അങ്ങ് എഴുതി പേജ് നിറയ്ക്കും. അപ്പോൾ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറുകളുടെ എണ്ണം കാണുമ്പോൾ ടീച്ചേഴ്സിന് ഒരു സന്തോഷം. അങ്ങനെയൊന്നുമല്ല. ഇത്രയും പേപ്പർ, ഒരു ദിവസം ഇത്രയും പേപ്പർ അധ്യാപകർ നോക്കുന്ന സമയത്ത് കഥയാണെങ്കിൽ അവർ മാർക്കൊന്നും ഇടൂല. അല്ലെങ്കിൽ അവർ ആ രീതിയിലെ പേപ്പർ നോക്കുള്ളൂ. പോയിന്റുകളുണ്ട്, വ്യക്തമായ ആൻസർ കീ ഉണ്ട്. ഒരു പോയിന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനൊരു മാർക്ക്, അടുത്ത പോയിന്റിന് അടുത്ത മാർക്ക്, അടുത്ത പോയിന്റിന് അടുത്ത മാർക്ക്. അവിടെ ഒരു കഥ എഴുതിയിട്ടും കാര്യമില്ല. അതിന് ആര് നോട്ട് കൊടുത്താലും ആര് പഠിപ്പിച്ചാലും എന്തായാലും ഈ പോയിന്റുകളുണ്ടോ മാർക്ക് കിട്ടും. പോയിന്റ് ഇല്ലേ വെട്ടിക്കളയും. എടാ ഒരു വർഷം 18 പേജ് എഴുതിയ ഒരു പയ്യനുണ്ട്. ഒരു വിദ്യാർത്ഥി 18 പേജ് പരീക്ഷ എഴുതി ഫിസിക്സ്. അവന് കിട്ടിയ മാർക്ക് 8 മാർക്കാണ്. 18 പേജ് എഴുതി. ആ ഒരു പേജിൽ 1 മാർക്ക് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ അവൻ 18 മാർക്ക് വെച്ച് പാസ്സായി. പക്ഷെ നടന്നില്ല. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക്, ഇല്ലെങ്കിൽ മാർക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ലോ പഠിച്ചാൽ ആ ലോ വൃത്തിക്ക് പഠിക്കുക, അതവിടെ എഴുതുക. അതിൽ നമുക്കറിയാവുന്നതും അടുത്തിരിക്കുന്നതും പുറകിരിക്കുന്നതും അത് എല്ലാം കൂടെ ഒപ്പിച്ചുകൊണ്ട് കുറേ എഴുതി നിറയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. പക്ഷേ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജിലോട്ട് വരുമ്പോൾ നമ്മൾ
എത്രത്തോളം എഴുതാൻ പറ്റും അത്ര എഴുതുക. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിരിക്കണം, അത്രേ ഉള്ളൂ. പേജൊക്കെ അത്യാവശ്യം എഴുതുന്നുണ്ടെങ്കിൽ മാർക്ക് വരും. പക്ഷേ അതുപോലെയല്ല, സബ്ജക്റ്റുകളാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഇതെല്ലാം ആയാലും മാത്സ് ആയാലും ആൻസർ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും, ആൻസർ ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രം പഠിച്ചാൽ മതിയാ, അല്ലെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്നവൻ പഠിക്കണില്ല, ഇപ്പുറത്തിരിക്കുന്നവൻ പഠിക്കണില്ല, പിന്നെ ഞാൻ എന്തിനു പഠിക്കണം എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരും. സത്യം പറഞ്ഞാൽ ഏകദേശമുള്ള കുട്ടികളൊക്കെ പഠിച്ച് തുടങ്ങി, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പലയിടത്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, പിള്ളേരൊക്കെ പഠിച്ച് തുടങ്ങി. ഫസ്റ്റ് ഇപ്പോൾ ഓണപ്പരീക്ഷയ്ക്കൊക്കെ എല്ലാവർക്കും നല്ല മാർക്കൊന്നും കാണത്തില്ല. ഓണപ്പരീക്ഷ ആ ഒരു രീതിയിലാണ്. സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ജൂണൊക്കെ കഴിഞ്ഞു, സ്കൂളിൽ പെട്ടെന്ന് പോർഷനൊക്കെ എത്തി. അപ്പോൾ നമ്മളൊരു ലേസി മട്ടിലിരുന്ന് ഓണപ്പരീക്ഷ എഴുതിയതാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാ കുട്ടികളും പഠിച്ച് തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തിരിക്കുന്നവൻ പഠിച്ചില്ല, ഇപ്പുറത്തിരിക്കുന്നവനും പഠിച്ചില്ലെങ്കിൽ അവന്മാർ പഠിച്ചില്ല, അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, അത്ര തന്നെ. അല്ലാതെ നമ്മൾ ആരെങ്കിലും നോക്കിയിട്ട് അവർ പഠിക്കണില്ല എന്നാൽ പിന്നെ ഞാനും പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളും രക്ഷപ്പെടില്ല, അവനും രക്ഷപ്പെടില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും പഠിക്കുന്നു, നമ്മളും പഠിക്കുക. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു, ഒരു തവണ ഫിസിക്സ് പരീക്ഷ ഫസ്റ്റ് ഒരു കുട്ടിയുടെ എക്സാമ്പിളാണ്. ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോൾ ആ കുട്ടിക്ക് 60-ന് 8 മാർക്കോ മറ്റോ ആയിരുന്നു. 60-ന് 8 മാർക്കായിരുന്നു ആദ്യം കിട്ടിയത്. അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി ആ കുട്ടിക്ക്. അതായത് +10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായ ഒരു കുട്ടിയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ +1 മാർക്ക് വന്നപ്പോൾ 60-ന് 8 മാർക്കായിപ്പോയി. ഭയങ്കര ഷോക്കായിപ്പോയി, ഭയങ്കര ഞെട്ടലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, കരച്ചിലായി, ബഹളമായി. പക്ഷേ ആ വർഷം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇമ്പ്രൂവ്മെൻ്റ് കാര്യം ഞാൻ പറയാം. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടായിരുന്നു. അടുത്ത സെപ്റ്റംബറിൽ ആ കുട്ടി പരീക്ഷ എഴുതിയപ്പോൾ ആ കുട്ടിക്ക് 60-ന് 58 മാർക്കാണ് കിട്ടിയത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്താന്ന് വെച്ചാൽ ഇല്ല, ഈ പഠിച്ച സാധനങ്ങൾ പഠിച്ചു എന്നേ ഉള്ളൂ, വൃത്തിക്ക് പഠിച്ചു. എന്ത് എഴുതണമെന്നുള്ള കാര്യങ്ങൾ, ആ പഠിക്കേണ്ട സാധനങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. അത്രയും റിവൈസ് ചെയ്ത് ഒറ്റ മാസം ആ ഇമ്പ്രൂവ്മെൻറ്റിന് കിട്ടിയത് എനിക്കൊന്ന് 1 മാസം 1.5 മാസമാണ്. ഈ 1.5 മാസം കൊണ്ട് ആ കുട്ടിക്ക് 60-ന് 58 മാർക്ക് കിട്ടി. അപ്പോൾ ഇത് ഭയങ്കര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഈ 60-ന് 58 മാർക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ 60-ന് 60 വാങ്ങിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എഫേർട്ട്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 520-ന് ഇപ്പോൾ വേറെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ 520-ന് 500 എബോ കിട്ടിയ കുറച്ച് പേര് കാണും, 510-ന് എബോ കിട്ടിയ ആൾക്കാർ കാണും, 490 എബോ കിട്ടിയ ആൾക്കാർ കാണും, 480 കിട്ടിയ ആൾക്കാർ കാണും, അതിന് എബോ കിട്ടിയ ആൾക്കാർ കാണും. ഇതൊക്കെ മാർക്ക് നല്ല നല്ല മാർക്കുകളാണ്. ഈ പറയുന്ന 500 എബോ ആയാലും 510-ന് എബോ ആയാലും 480, ഇതൊക്കെ നല്ല സ്കോറാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി വെറുതെ അവർ പോയി ഇരുന്നല്ല. അവരെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാം, പഠിപ്പിക്കുന്ന ആൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. സത്യത്തിൽ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കുട്ടികളാണ്. അത്രയും കാര്യമായിട്ട് അവർ പഠിക്കും, അത്രയും നമ്മൾ കഷ്ടപ്പെടും. നമ്മൾ ഈ റിവിഷൻ വഴി ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ബുക്കിനകത്ത് എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരെ കുട്ടിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പരീക്ഷ ഭയങ്കര സിമ്പിളായിട്ട് ഒരു അത്രയും സീരിയസ് ആയിട്ട് എടുക്കില്ല. ജസ്റ്റ് പോവുക, നോക്കുമ്പോൾ പഠിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ അങ്ങ് എഴുതുക, മാർക്ക് കിട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം റിവിഷൻ നടത്താൻ പറ്റുമോ അത്രയും കാര്യമായിട്ട് തന്നെ റിവിഷൻ നടത്തുക, എന്നാൽ മാത്രം മാർക്ക് കിട്ടും. ഈ 500, 510 എന്ന് പറഞ്ഞാൽ അത് നല്ല മാർക്കുകളാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ പറ്റും. അതിന് നമ്മൾ ജന്മനാ ഉള്ള ബുദ്ധി അങ്ങനെയൊന്നും വേണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര കാര്യമായിട്ട് തന്നെ ചെയ്തിരുന്നാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റിയാണ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ ഇത്തവണത്തെ +2-ൻ്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയുടെ കൂടെയാണ് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ, നിങ്ങളുടെ പരീക്ഷയുള്ള ദിവസങ്ങളിൽ അവർക്ക് പരീക്ഷയില്ല, അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റാണ്. അതായത് നിങ്ങളുടെ പരീക്ഷയുടെ കൂടെ തന്നെയാണ് +2 കുട്ടികൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് പരീക്ഷയില്ല. മറ്റ് ദിവസങ്ങളിൽ, ഇതൊഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിലാണ് അവരുടെ +2 പരീക്ഷ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് 3 സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ 6 സബ്ജക്റ്റ് അവർക്ക് ഓൾറെഡി +2-ന് എഴുതാനുണ്ട്, പ്ലസ് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 9 സബ്ജക്റ്റ് എഴുതേണ്ടി വരും. പ്രശ്നം അതല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ അടുത്ത വർഷം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഈ വർഷം നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഒരു ചാൻസാണ്. എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യം ഒരു 510-ന് എബോ മാർക്ക് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യണം. അതൊരു ചാൻസ് കിട്ടുന്ന. നിങ്ങൾക്ക് 1 മാർക്കെങ്കിൽ 1 മാർക്ക്, നിങ്ങളിനി എന്ത് ചെയ്താലും ഈ മാർക്കൊന്നും കൂടാൻ പോകുന്നില്ല. മാർക്ക് കൂടണമെങ്കിൽ പരീക്ഷ എഴുതിയാലേ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കിട്ടി, അത് എഴുതുക, അത് നല്ല കാര്യം. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പം അതിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വഴി ഒരു 400 കിട്ടുന്ന ഒരു കുട്ടിക്ക് 510-ന് എബോ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. കാര്യം 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഇപ്പോഴും വേണ്ട. അതാണ് യാഥാർത്ഥ്യം. എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും മാർക്ക് പ്ലസ് 1 വാങ്ങിക്കുക. ബാക്കി ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് അവസാനത്തെ ഒരു ചോയ്സായിട്ട് മാത്രം വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി ചിന്തിക്കരുത്. കാര്യം ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഒരുപാട് ടൈറ്റായിരിക്കും. അതാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം. പിന്നെ വേറൊരു കാര്യം, ഒരു ദിവസം എത്ര മണിക്കൂർ, ഒരു ദിവസം എങ്ങനെ പോയാലും 3 മണിക്കൂർ പഠിക്കേണ്ട സാധനങ്ങൾ ഇപ്പോഴുണ്ട്. ആ സാധനങ്ങൾ ഇപ്പം 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം കുറയും. 3-4 മണിക്കൂർ പഠിക്കേണ്ടി വരും, 5 മണിക്കൂർ പഠിക്കേണ്ടി വരും, 6 മണിക്കൂർ. ഇത് നടപടിയുള്ള കേസല്ല. അത്രയും സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനൊന്നും പറ്റുന്നവർ കാണും, പറ്റാത്തവർ കാണും, കൂടുതലും പറ്റാത്തവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മളൊരു 3 മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റി വെച്ച് ഓരോ ഒരു ചാർട്ട് എഴുതുക, ചാർട്ടിനകത്ത് ഓരോ സബ്ജക്റ്റുകൾ എഴുതുക, സബ്ജക്റ്റിനകത്തുള്ള ചാപ്റ്റേഴ്സ് എഴുതുക. ഈ ചാർട്ട് നോക്കി തീർക്കുന്നതിനനുസരിച്ച് ടിക്കറ്റ് പോകും. ഇൻറ്റൻസ് ആയിട്ടൊന്നും പഠിക്കണ്ട. നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞില്ലേ, കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ പറഞ്ഞ പോലെ അതിനകത്ത് എന്താണ് ബേസിക്കലി പഠിക്കാനുള്ള സാധനം അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് പോയാൽ മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനത്തെ 1 മാസം അല്ലെങ്കിൽ 2 മാസം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ പഠിച്ച സാധനം ഇങ്ങനെ റിവൈസ് ചെയ്ത് മനസ്സിനകത്ത് കയറ്റാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരു 100 ദിവസം നിങ്ങൾ ഈ ആദ്യം തൊട്ടേ തുടങ്ങി ജസ്റ്റ് ഒരു റൗണ്ട് അങ്ങ് പഠിച്ചു പോകുക. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ലാസ്റ്റ് അവസാനത്തെ ഒരു 60 ദിവസം അല്ലെങ്കിൽ അവസാനത്തെ ഒരു മാസമൊക്കെ നല്ല രീതിയിൽ ഒരു 5-6 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റും. ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് 5-6 മണിക്കൂർ എന്തായാലും പഠിക്കാൻ പറ്റും. അത്രയൊക്കെ ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 520-500 എബോവ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോമണാണ്. അങ്ങനെ ആർക്കും കിട്ടാതെയൊന്നുമില്ല, കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിൻ്റെ ഒരു അനാലിസിസ് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്പർ ഇട്ടിരിക്കാം, അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുക, സമയം മറക്കരുത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമയം നോക്കുക. 1:30-ക്കാണ്, ഉച്ചയ്ക്ക് 1:30-ക്കാണ് പരീക്ഷ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നമ്മുടെ ഹോൾ ടിക്കറ്റ് മറക്കാതിരിക്കുക. ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് കൊണ്ടുപോവുക. ഈ 2 കാര്യങ്ങൾ ഓർക്കുക. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും. നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചത് എപ്പോഴും ഉറങ്ങാമെന്നല്ല, നമ്മൾ കൃത്യമായിട്ടൊരു 7 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറല്ല 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ഉറക്കം നോക്കുക. ഇപ്പോഴേ പഠിച്ചു ഉറങ്ങുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ടൈം ടേബിൾ അനാലിസിസിൽ പറയാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.